എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്കിന്ന് പാന എന്ന സഹായക ക്രിയയെപ്പറ്റി മനസ്സിലാക്കാം. പാന, കേട്ടിട്ടുണ്ടാവും അല്ലേ? പാന എന്താ അർത്ഥം അറിയില്ലേ? കേട്ടിട്ടുണ്ടാവില്ലേ? സാധിക്കുക, നേടുക, പ്രാപിക്കുക, ധാരാളം അർത്ഥമുണ്ട്. പിടിക്കുക, കിടപിടിക്കുക, ഭക്ഷിക്കുക എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ അകർമ്മക ക്രിയയിലാണ്, സകർമ്മക ക്രിയയിലാണ് ഇതിലൊക്കെ അർത്ഥം വരുന്നത്. പിന്നെ അകർമ്മക ക്രിയയിൽ സാധ്യമാകുക എന്ന അർത്ഥം കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പം തൽക്കാലം ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. പാന കേട്ടോ കുട്ടികളെ? അപ്പം ഞാനിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്നത് ഹിന്ദിയിലേക്ക് മാറ്റി നോക്കാം. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നോക്കാം. എങ്ങനെയാണ് സഹായക്രിയയായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. എനിക്ക് പോകാൻ സാധിച്ചു. എനിക്ക് പോകാൻ സാധിച്ചു. എന്താ വരുന്നത്? മേ ജാ പായ. എന്താ കുട്ടികളിൽ മനസ്സിലാവുന്നത്? നിങ്ങളിതിന് മുന്നേ ഇതേപോലെ പഠിച്ചിട്ടില്ലേ? ഉണ്ട്, സഹായക്രിയ അല്ലേ? മേ ജാ പായ. അപ്പോൾ ശ്രദ്ധിക്കണം, മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അത് നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമാണ് കേട്ടോ. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഇനി അടുത്ത എന്താണ്? എനിക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചു. ഒന്ന് മാത്രമേ ചേർക്കണ്ടൂ അല്ലേ? സ്കൂളിൽ പോകാൻ സാധിച്ചു. അപ്പോൾ എങ്ങനെ വരിക? മേ സ്കൂൾ ജാ പായ. അതിൻ്റെ അടുത്ത് എന്താണ്? എനിക്ക് ഓഫീസിൽ പോകാൻ സാധിച്ചില്ല. വളരെ ഈസി അല്ലേ? മേ ഓഫീസ് ഇത് ഇംഗ്ലീഷ് വേർഡാണ് കേട്ടോ കുട്ടികളെ. ഓഫീസ് പോകാൻ സാധിച്ചില്ല. ന ജാ പായ. ഇനി അടുത്ത് എന്താ? എനിക്ക് അവനെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. മേ ഉസേ കണ്ടുമുട്ടുക എന്നുള്ള ഹിന്ദി വേർഡ് എന്താ കുട്ടികളെ? മിൽന അല്ലേ? അപ്പം ക്രിയാധാതു എന്തായിട്ട് വരുന്നു? മിൽ. ഞാൻ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? മിൽ അല്ലേ? മിൽ. സാധിച്ചില്ല എന്നാ പറഞ്ഞത്. ന പായ. ഓക്കെ. ഇനി അടുത്തത്, അവനെ അല്ലെങ്കിൽ അവളെ കാണാൻ സാധിക്കുക എളുപ്പമല്ല. കാണാൻ സാധിക്കുക എളുപ്പമല്ല. എളുപ്പമല്ല എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താ? ആസാൻ അല്ലേ? അപ്പം എങ്ങനെ വരിക? അവനെ ഉസേ എന്ന് പറയുമ്പോൾ അവനും ആവാം അവളും ആവാം. ഉസേ കാണാൻ സാധിക്കുക എന്നുള്ള എന്താ വരിക കുട്ടികളെ? കാണാൻ സാധിക്കുക എന്ന് എന്താ വരിക?
देख पाना, देख पाना, देख पाना എന്താ വരിക കുട്ടികളെ? ആസാൻ, ആസാൻ नहीं है, नहीं है. അപ്പം എന്താ കുട്ടികളെ മനസ്സിലായത്? ഉസേ ദേഖ് പാന ആസാൻ, ഇവിടെ ഒന്നും എഴുതിയില്ലേ? ആസാൻ നഹി ഹെ. ഉസേ ദേഖ് പാന ആസാൻ നഹി ഹെ. അതിനിടെ ക്യാമറ നോക്കി, അതാ അത് വിട്ടുപോയി, സോറി. ഇനി അടുത്തത്, നിങ്ങൾക്ക് അവനെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. എങ്ങനെ വരും കുട്ടികളെ? നിങ്ങൾക്ക് അറിയാം, തും അവനെ, ഉസേ കണ്ടുമുട്ടാൻ, കണ്ടുമുട്ടുക എന്നതിന് ഹിന്ദി വേർഡ് എന്താ കുട്ടികളെ? മിൽന അല്ലേ? അപ്പം എന്താ വരിക? കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വരിക? ഉസേ മിൽ ന, കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല, കാണാൻ സാധ്യത കുറവാണെന്ന് അർത്ഥം. അപ്പോൾ എന്താ വരിക? മിൽ ന പാओगे ഉണ്ടോ? പാओगे ഭാവിയാണ് അല്ലേ? ഭാവി കാലത്തിലാണ് വരുന്നത്. അപ്പം തും ഉസേ മിൽ ന പാओगे. ശരി, നിങ്ങൾക്ക് എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലായ കുട്ടികളെ? എന്താ മനസ്സിലായത്? കണ്ടല്ലോ. എന്താ കണ്ടത്? സക്ക് ചുക്ക് ലഗ് കേട്ടനല്ലോ അല്ലേ? അതിൻ്റെ നിയമങ്ങളുമായിട്ട് ഇതിന് സാമ്യതയുണ്ട് അല്ലേ? എന്താ? കർത്താവിനോടുകൂടി യാതൊരു ക്രിയകളൊന്നും ചെയ്തില്ല അല്ലേ? മേ 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 ഹം അല്ലേ? ഇവിടെ മേ ജാപ്പായ എന്ന് പറയുമ്പം ശ്രീജക്ക് പോകാൻ സാധിച്ചു എങ്ങനെ പറയാം? ശ്രീജ ജാപ്പായി അല്ലേ? അപ്പോൾ എന്താ പറയുക? എനിക്ക് സ്കൂൾ പോകാൻ സാധിച്ചില്ല എന്നാ വരിക? എന്താ വീട്ടിൽ വരിക? ഇവിടെ മേ സ്കൂൾ ജാപ്പായ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നുള്ളതിന് വേറെ രാജേഷിന് ആണെങ്കിലോ രാജേഷ് സ്കൂൾ ജാപ്പായ. ഇനി ഞങ്ങൾക്ക് ഓഫീസിൽ പോകാൻ സാധിച്ചില്ല എങ്ങനെ പറയും? ഹമേ ഓഫീസിന് ജാപ്പായി അല്ലേ? അപ്പം എനിക്ക് അവനെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവന്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ വരിക? തും ഉസേ മിൽന പായ്. ഇവിടെ സുമതിക്ക് എന്നാണെങ്കിൽ എന്ത് വരും? സുമതി ദേഖ് പാന ആസാനി ഹെ. അതെ, സുമതിയെ കാണാൻ സാധിക്കുക എളുപ്പമല്ല. സുമതി ദേഖ് പാന ആസാനി ഹെ. ഇനി നിങ്ങൾക്ക് അവനെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല. തും ഉസേ മിൽന പാओगे. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? കർത്താവിനോടുകൂടി യാതൊരു പ്രത്യേകം ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ എന്താണ്? പാന എന്ന പ്രധാന ക്രിയയുടെ ധാതുരൂപത്തിൽ സാധാരണ രൂപത്തിലോ അല്ലെങ്കിൽ ധാതുരൂപത്തിലോ ആണ് ഇത് പാന എന്ന സഹായക ക്രിയ ചേർക്കുന്നത് എന്ന് മനസ്സിലാക്കി. പിന്നെ എന്തുകൂടി മനസ്സിലാക്കി? സഹായക ക്രിയ ഏതിനോടുകൂടിയാണ് ചേരുന്നത്? മുഖ്യക്രിയയോട് കൂടിയിട്ട് ആണ് ചേരുന്നത് എന്നും മനസ്സിലായി. അപ്പോൾ സാധാരണ രൂപം സാധാരണ രൂപം എന്ന് പറഞ്ഞാൽ ക്രിയയുടെ സാധാരണ രൂപം എന്താ മനസ്സിലായില്ലേ? ക്രിയയുടെ സാധാരണ രൂപം ഏതാണ്? ക്രിയ ഏതാണെന്ന് ഇതിൽ മനസ്സിലായി. മുഖ്യക്രിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അതിനോട് കൂടിയാണ് സഹായക്രിയ ചേർത്തതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇനി എവിടെയെങ്കിലും ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി എഴുതി പഠിക്കണം.
എഴുതി പഠിക്കുമല്ലോ കുട്ടികളെ. ക്രിയയുടെ സാധാരണ രൂപം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ കുട്ടികളെ? ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ക്രിയയുടെ ധാതുരൂപവും പറയുന്നുണ്ട്, ക്രിയയുടെ സാധാരണ രൂപവും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു ക്രിയയുടെ ഒരു ക്രിയ പറയാം നമുക്ക്. ഘേൽന അല്ലെ പഠന, ധാരാളം ക്രിയകളുണ്ട്. അപ്പോൾ ഇവിടെ ഘേൽന ഇതാണ് സാധാരണ രൂപം. മനസ്സിലാവുന്നുണ്ടോ കുട്ടികൾക്ക്? ഇതാണ് സാധാരണ രൂപം. അപ്പം ധാതുരൂപം എന്ന് പറയുമ്പോൾ എന്താവും? ഈ ന്യായം എടുത്ത് മാറ്റുമ്പോൾ എന്ത് കിട്ടും? ഘേൽ അല്ലേ? ഇതാണ് ധാതുരൂപം. ഇത് ഞാൻ നിങ്ങൾക്ക് ടെൻസ് പഠിപ്പിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ക്രിയയുടെ സാധാരണ രൂപം, ഇത് മൂലരൂപം അല്ലെ ക്രിയാധാതു എന്ന് പറയുന്നു. അപ്പം ഇവിടെ എന്താ? രണ്ട് രീതിയിലും ചേർക്കാം. എന്ത്? സാധാരണ രൂപത്തോടും ചേർക്കാം, മൂലരൂപത്തോടും അല്ലെ ക്രിയാധാതുവോടും ചേർക്കാം. എന്ത്? സഹായക്രിയായ പാന. മനസ്സിലായല്ലോ? ഇതിന് അർത്ഥം ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വെച്ച് മതിയാക്കാം. ശ്രദ്ധിച്ച് പഠിക്കുമല്ലോ. മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ കുട്ടികളെ. ശരി എന്നാൽ.